പതുക്കെ കയ്യല്ല നീരാണ്. ഹോംവർക്ക് എല്ലാം കഴിഞ്ഞോ? എന്നെ കുഴപ്പമൊക്കെ ഇവനെന്നെ പറ്റി? അവനാ NSS പ്രോഗ്രാമിനെ വീട് പണിയാൻ പോയതിന്റെ. അവൻ അവിടുത്തെ പെമ്പിള്ളാരെ കാണിക്കാൻ വേണ്ടി സിമെന്റ് ചാക്ക് എടുത്ത് പൊക്കി കാണും. സാർ എത്ര ചാക്ക് പൊക്കി? 5. കടയിൽ ഒരു പഴക്കൊല എടുത്ത് വെക്കാൻ പറഞ്ഞാൽ ചെയ്യാത്ത ചെറുക്കനാ. അത് പോട്ടാ, ഈ പ്രാവശ്യത്തെ പാട്ടുകൂട്ടം നമ്മുടെ ഇവിടെയാ. അത് നമുക്ക് ഗംഭീരമാക്കണ്ടേ? അതിനെന്നാ മച്ചി, നമുക്ക് ചെയ്യാം. പാട്ടില്ലാതെ എന്താഘോഷം. എടി വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കും. എന്നാ ഉണ്ടാക്കും? കപ്പ ബിരിയാണി ആക്കിയാലോ? അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ശാചിയും കൂടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കപ്പവാട്ട് മഴയ്ക്ക് മുന്നേ വേണം. നീ എന്താ ഈ കൺസൈൻമെന്റ് ഒപ്പിടാഞ്ഞേ? ഞാൻ മറന്നുപോയി പപ്പാ. മറന്നുപോയി. ഒപ്പിടേ. അതോടെ ഇങ്ങനെ തരാവോ? അവൻ എൽബി വന്നില്ലല്ലോ. അതെങ്ങനാ? മക്കൾ എവിടെയാണെന്നറിയാൻ GPS നോക്കേണ്ട അവസ്ഥയാ ഇപ്പൊ കാരണവന്മാർക്ക്. കുറച്ചു മുമ്പ് വള്ളിമറ്റത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത കൊല്ലം ഓസ്ട്രേലിയക്ക് അങ്ങ് പോവുമല്ലോ. മെൽബിൻ അവന്റെ അഡ്മിഷൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എടി ഇവന് വേണ്ടി എന്തുമാത്രം പൈസ ഞാൻ ചെലവാക്കിയതാ. 4 ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി അതേന്ന് വേണ്ടി കൈയും കാലും ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത കാറ് മേടിച്ചു കൊടുത്തു. അതിപ്പോ ഇങ്ങനായി. പപ്പ കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയപ്പോ ഷാജിയെ കണ്ടായിരുന്നേ. ഷൈനിയുടെ കല്യാണത്തിന് എന്നാണെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞേക്കുവാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊണ്ടങ്ങ് പറ്റില്ല. നിനക്കും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. വേണ ഒരു 10-20,000 ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേ. വന്നല്ലോ. എന്നാടാ താമസിച്ചേ? എവിടെ പോയാലും ഡിന്നറിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പാലായിൽ എന്നായിരുന്നു പരിപാടി? ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു പപ്പ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടെ വന്നേക്കണം. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് സൂം സെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ മമ്മി? എടാ അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നിയല്ലേ? ജസ്റ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു അമ്മച്ചി. എടാ മോനെ എന്നേലും കഴിച്ചേച്ച് കിടക്കടാ. I already had മമ്മി. എന്നാ ഒരു ഗ്ലാസ് പാല് കൊണ്ടുതരാം. നീ ആ റോബോട്ടിന്റെ ബാറ്ററി ലെവൽ താഴെ പോകാൻ നോക്കേ. അവസാനം അതൊക്കെ കാണത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മച്ചി പറഞ്ഞ മടക്കിസാനം വഴിയാ. ഞാനേ പറഞ്ഞുണ്ടാക്കിച്ചതാ. പഴയതുപോലെ ഇത് എല്ലായിടത്തും ഒന്നും കിട്ടുകയല്ല. എടീ മെൽബി മോൻ കൊടുത്തു വിട്ട സെറ്റർ എന്ത് ചെയ്യേ? അയ്യോ ഞാനത് എടുക്കാൻ മറന്നു. ബെസ്റ്റ്. സാരമില്ല മോളെ. എൽബിൻ എന്തിയേ? അവനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? അത് അമ്മച്ചി അവൻ എക്സാമാ. കുറെ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാം. കഴിഞ്ഞ മാസമല്ലായിരുന്നു അവന്റെ എക്സാം? ഇതേത് എക്സാമാ? അത് അമ്മച്ചി സർ അത് ഓർക്കാരിക്കല്ലേ? അതാ ഇവിടുത്തെ ഒരു പിന്നെ അമ്മച്ചി നമ്മുടെ മെൽബിനെ ഇത്തവണത്തെ പെരുന്നാളിന് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാർഷികം കൂടാനായിരിക്കും. വരുന്ന 20-ാം തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം തികയുവാ. അമ്മച്ചിക്ക് പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ ആരോഗ്യത്തിന് നല്ല ഓർമ്മയാണ്. അതിവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാ. അമ്മച്ചിയാ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നേ. 60 കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യാൻ. നല്ല ആംബിയൻസ് അല്ലേ? അത് പിന്നെ മക്കള് ബുക്ക് ചെയ്തോളൂ. നിനക്കൂടി ആനിയമ്മേ. ഇവക്ക് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. എവിടെ ആയാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അമ്മച്ചിക്ക് തന്നെ നോക്കിയേ, ഇവിടെ സുഖമല്ലേ? അമ്മച്ചിക്ക് ഇവിടെ സുഖ അല്ലേ അമ്മച്ചി? ആളായിപ്പോ ഇവിടുത്തെ ഓളിനോൾ. എനിക്ക് എന്നാടാ ഇവിടെ കുഴപ്പം? ഈ കൊച്ചെനിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം തരും, മരുന്ന് തരും. പിന്നെ നേരം പോകാൻ ഇവിടെ എന്തെല്ലാം കൂട്ടം കാര്യങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ നല്ല അസല് സ്ഥലവാ. വേണ നിങ്ങളും കൂടി ഇങ്ങ് പോരെ. നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അമ്മച്ചി.